നമസ്കാരം. ഇന്ന് ജ്യോതിഷത്തില് ഗ്രഹങ്ങളുടെ ബലങ്ങളെ പറ്റിയാണ് പറയുന്നത്. താൽക്കാലികം, നൈസർഗികം, സാമ്പാദികം, ശത്രുമിത്ര ഉദാസീനം എന്നീ 4 വിധമാണ് പ്രാഥമിക ഗ്രഹബലങ്ങൾ. താൽക്കാലികം, നൈസർഗികം, സാമ്പാദികം, ശത്രുമിത്ര ഉദാസീനം. ഇവ കൂടാതെ സ്ഥാനബലം, ആശ്രയബലം, കാലബലം, ചേഷ്ടാബലം എന്നിവ കൊണ്ടും 4 ബലങ്ങളുണ്ട്. ഇങ്ങനെ 8 വിധമാണ് ബലങ്ങൾ. സ്ഥാനബലം: സ്വന്തം ഉച്ചരാശി, സ്വദ്രേക്കാണം, സ്വനവാംശം, സ്വക്ഷേത്രം, സ്വമൂലക്ഷേത്രം ഇവയാണ് സ്ഥാനബലം. ആശ്രയബലം: ബുധനും വ്യാഴത്തിനും ലഗ്നത്തിൽ അധികം ബലം. മനുഷ്യരാശിയിലും ഇവർക്ക് ബലമുണ്ട്. 10ാം രാശിയിൽ നിൽക്കുന്ന സൂര്യനും കുജനും ബലവാന്മാരാകും. 10ാം ഭാവം നാൽക്കാലി രാശികളായാലും ബലമുണ്ട്. 4ൽ ചന്ദ്രനും ശുക്രനും ബലമുള്ളവരാകും. ജലരാശികൾ 4ാം ഭാവരാശിയായാലും ബലമുണ്ട്. 7ൽ കീടരാശികൾക്കും ചന്ദ്രനും രാഹുവിനും ബലമുള്ളവരാകും. കർക്കിടക രാശി 4ലും 7ലും ബലമുള്ളതാണ്. അത് ജലരാശിയും കീടരാശിയുമാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ വിഭജനം. ആശ്രയബലം എന്നുള്ളതാണ് രണ്ടാമത്തെ. അപ്പൊ അതിൽ ഗ്രഹങ്ങൾക്ക് ഓരോ ഭാവങ്ങളിൽ ഇരിക്കുന്നതിന്റെ ഗുണഫലത്തെയാണ് അതിൽ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാലബലം. വ്യാഴവും സൂര്യനും ശനിയും പകൽ സമയം ബലമുള്ളതാണ്. ബുധന് പകലും രാത്രിയും ബലമുള്ളതാണ്. ചന്ദ്രനും ശുക്രനും ചൊവ്വയ്ക്കും രാത്രി ബലമുള്ളവരാണ്. ശുക്ലപക്ഷത്തിൽ ശുഭഗ്രഹങ്ങൾക്കും കൃഷ്ണപക്ഷത്തിൽ പാപഗ്രഹങ്ങൾക്കും അധികം ബലമുള്ള. 5. പൂർവാന്നത്തിൽ വ്യാഴത്തിനും ഉച്ചയ്ക്കും മധ്യാഹ്നം സൂര്യനും ഉച്ചതിരിഞ്ഞ് അപരാഹ്നത്തിൽ ശനിക്കും ബലം അധികമാകും. ചന്ദ്രന് രാത്രിയുടെ ആദ്യം ബലം കൂടുതൽ. കുജന് മധ്യരാത്രിയിലും ശേഷം രാത്രിയിൽ ശുക്രനും അധിക ബലമുണ്ട്. ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ ഇങ്ങനെയുള്ളവരുടെ കാലബലത്തെയാണ് പറഞ്ഞത്. കാലം എന്ന് വെച്ചാൽ സമയത്തെ സംബന്ധിച്ച. ചന്ദ്രന് രാത്രിയുടെ ആദ്യവും ചൊവ്വയ്ക്ക് രാത്രിയുടെ മധ്യത്തിലും അതുപോലെ തന്നെ ശുക്രന് രാത്രിയുടെ അവസാന കാലത്തും ബലമുണ്ട്. ഇനി ചേഷ്ടാബലം. ചേഷ്ടാബലത്തില് ചന്ദ്രന് ശുക്ലപക്ഷത്തിൽ സൂര്യൻ ഉത്തരായണത്തിലും ബലമുണ്ട്. ചന്ദ്രന് ശുക്ലപക്ഷത്തിലാണ് എന്ന് വെച്ചാല് സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത്. സൂര്യന് ഉത്തരായന കാലം എന്ന് വെച്ചാല് മകരം തുടങ്ങി കർക്കിടകം വരെയുള്ള സമയത്ത്, മിഥുനം വരെയുള്ള 6 മാസം. മറ്റു ഗ്രഹങ്ങൾക്ക് വക്രത്തിലും അനുവക്രത്തിലും ബലം നൽകും. വക്രം എന്ന് വെച്ചാല് ഗ്രഹം പിന്നിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്ന സ്ഫുടത്തിൽ കുറവ് വരുന്ന സ്ഥലമാണ് വക്രം. അനുവക്രം എന്ന് വെച്ചാല് ആദ്യം വക്രം തുടങ്ങിയ സ്ഥലം വരെ തിരിച്ചു ചെല്ലുന്നതിനാണ് അനുവക്രം. അത്രയും കാലം അത് ഡയറക്റ്റ് യാത്രയാണെങ്കിൽ ബലം ഉണ്ടാവുന്നത്. ഗ്രഹയുദ്ധത്തിൽ ജയിക്കുന്നവരും പ്രദക്ഷിണമായി ഗതിയുള്ളവരും രശ്മി അധികമുള്ളവരും സ്നിഗ്ധതയുള്ളവരും ബലമുള്ളവരാണ്. ഗ്രഹയുദ്ധത്തിൽ ജയിക്കാം എന്ന് വെച്ചാൽ ഒരേ സ്ഫുടത്തില് 2 ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാണ് ഗ്രഹയുദ്ധം എന്ന് പറയാം. അതിന്റെ വിശേഷങ്ങള് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഗ്രഹയുദ്ധം പല വിധത്തിലുണ്ട്. അതില് ആദ്യം രാശി കടന്ന് ആ ഗ്രഹത്തിനെ കടന്ന് രാശി കടന്നു പോകുന്ന ഗ്രഹമാണ് ജയിക്കുക. പ്രദക്ഷിണമായ ഗ്രഹം വെച്ചാല് ശരിക്കുള്ള യാത്രയില് റെഗുലർ ആയിട്ടുള്ള യാത്ര, അത് വേഗത കൂടാതെയും വേഗത കുറയാതെയും സാമാന്യമായിട്ട് പോകുന്ന ഗതിയുള്ള ഗ്രഹങ്ങൾ. രശ്മി ആധിക്യമുള്ളത്. രശ്മിനെ നമ്മൾ പിന്നീട് കൃഷ്ണയത്തിൽ പഠിക്കും. രശ്മി അധികമുള്ളവർ, സ്നിഗ്ധതയുള്ളവർ എന്ന് വെച്ചാല് സ്നിഗ്ധത വെച്ചാൽ ഒഴുകുന്ന എന്നുള്ള തരത്തിലാണ്. കാണുമ്പോൾ ഗ്രഹത്തിനെ നോക്കി കാണുമ്പോൾ നല്ല സുഖമുള്ളതായിട്ട് തോന്നാം. അതാണ് ബലമുള്ളവരാണ് എന്ന് പറഞ്ഞു. ഗ്രഹയുദ്ധത്തിൽ ജയിക്കുന്നവരും പ്രദക്ഷിണമായ ഗതിയുള്ളവരും രശ്മി അധികമുള്ളവരും സ്നിഗ്ധതയുള്ളവരും ബലമുള്ളവരും. അത് ചേഷ്ടാബലാണ്. ചന്ദ്രന് ശുക്ലപക്ഷത്തിലും സൂര്യൻ ഉത്തരായണത്തിലും മറ്റു ഗ്രഹങ്ങൾക്ക് വക്രത്തിലും അനുവക്രത്തിലും
പിന്നെ ഗ്രഹയുദ്ധം ജയിക്കും. ഗ്രഹയുദ്ധത്തിൽ ശുക്രൻ മാത്രം എപ്പോഴും ജയിക്കും എന്നൊരു പ്രസ്താവനയോട് കാണുന്നുണ്ട്. ഉദയം കൊണ്ട് 10 മുതൽ 4 രാശി വരെ 6 രാശികൾ ബലമുള്ളവയാണ്. 4 മുതൽ 9 വരെ 6 രാശികൾ ബലം കുറഞ്ഞവയാണ്. രാശിബലം എന്നുള്ള ബലത്തെ സംബന്ധിച്ചാണ് 5ാമത്തെ ബലം രാശിബലം. ഉദയം കൊണ്ട് 10 മുതൽ 4 വരെ രാശികൾ 6 രാശികൾ ബലമാണ്. വെച്ചാൽ ലഗ്നത്തിന്റെ ഇരുവശത്തുള്ള 6 രാശികൾ. ലഗ്നത്തിന്റെ അകലെയുള്ള 4 രാശികൾ 4 മുതൽ 9 വരെ 6 രാശികൾ ബലം കുറഞ്ഞവ. ലഗ്നത്തിന് അതിന്റെ അധിപന്റെയോ വ്യാഴത്തിന്റെയോ ബുധന്റെയോ ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ ബലമുണ്ട്. ലഗ്നാധിപന്റെ ദൃഷ്ടി, അതുപോലെ തന്നെ യോഗം, അല്ലെങ്കിൽ ബുധന്റെയോ വ്യാഴത്തിന്റെയോ യോഗ ദൃഷ്ടികൾ. ചിങ്ങം മുതൽ 6 രാശികൾ പകൽ ബലം. കുംഭം രാശി മുതൽ 6 രാശികൾ രാത്രിയിൽ ബലം. അത് ചിങ്ങം സൂര്യന്റെ രാശി മുതലാണ് അങ്ങനെയാണ്. ചിങ്ങം മുതൽ 6 രാശികളും സൂര്യന്റെ രാശികളും. കർക്കടകം മുതൽ പിന്നിലേക്ക് മിഥുനം, ഇടവം എന്ന് പറഞ്ഞിട്ട് കുംഭം വരെ ചന്ദ്രന്റെ രാശികളായിട്ട് കണക്കാക്കിയിട്ടാണ് ഇതിനെ. ചന്ദ്രന്റെ രാശികൾക്ക് രാത്രി ബലമെന്നും സൂര്യന്റെ രാശികൾക്ക് പകൽ ബലം എന്നുണ്ട്. കേന്ദ്രങ്ങൾക്ക് അധികം ബലമുണ്ട്. പണപര രാശികൾക്ക് മധ്യമ ബലം. അപൂക്ലിമ രാശികൾക്ക് ബലഹീനങ്ങളാവും. കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ 4, 7, 10. ലഗ്നം 4, 7, 10 രാശികൾക്ക് ബലം അധികമാണ്. മണപര രാശി വെച്ചാൽ തൊട്ടടുത്തുള്ള 2, 5, 8, 11 രാശികളാണ് പണപര രാശികൾ എന്ന് പറയുന്നത്. അവർക്ക് മധ്യമ ബലമാണ്. എന്നുവെച്ചാൽ കേന്ദ്ര രാശികളെക്കാൾ ബലം കുറവാണ്. അപൂക്ലിം രാശികൾക്ക് ബലഹീനങ്ങളാകും. അപൂക്ലിമം 3, 6, 9, 12 രാശികളാണ് അപൂക്ലിമ രാശികൾ. തൽക്കാലം ആണ് അവർക്ക് ബലക്കുറവിനെ സംബന്ധിച്ച്. ഇത് കേന്ദ്രങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതും പണപരങ്ങൾ അടുത്ത ഭാവിയിൽ അനുഭവിക്കാനുള്ളതും അപൂക്ലിമങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ അകലെയുള്ള ഭാവിയിൽ അനുഭവിക്കാനുള്ളതോ ആവും. ഈ ന്യായത്തിൽ കേന്ദ്രങ്ങളിലുള്ള ഗ്രഹങ്ങളുടെ ദശാവതാരകാലങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ പണപരത്തിലാണെങ്കിൽ കുറച്ച് മധ്യായുസിലാണ് അനുഭവിക്കുക. കേന്ദ്രത്തിലുള്ള ചെറുപ്പത്തിലെ അനുഭവിക്കും, 10-40 വയസ്സിനകം അനുഭവിക്കും. പണപരത്തിലുള്ളത് അതിനുശേഷം 10-60 വയസ്സ് വരെ അനുഭവിക്കും. അപൂക്ലിമത്തിൽ ഉള്ള ഗ്രഹങ്ങളുടെ ഫലങ്ങൾ വാർദ്ധക്യത്തിൽ അനുഭവിക്കും. അതാണ് ലഗ്നബലം. പക്ഷബലമുള്ള ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നാൽ ലഗ്നത്തിന് ബലമുണ്ട്. ക്ഷീണചന്ദ്രനായിരുന്നാൽ ബലമില്ല. ദിവാത് രാശികൾക്ക് പകൽ ബലമുണ്ട്. ദിവാത് ഗ്രഹങ്ങൾക്കും ബലമുണ്ട്. ദിവാത്തുകളുടെ 2 വാറുള്ള വ്യാഴം, ബുധൻ ഇങ്ങനെ പറഞ്ഞു. ചതുഷ്പാത് രാശികളും ചതുഷ്പാത് ഗ്രഹങ്ങൾക്കും രാത്രി ബലമുണ്ടാകും. കീടഗ്രഹങ്ങൾക്കും കീടരാശികൾക്കും 2 സന്ധികളിലും ബലമുണ്ടാകും. ദിവാത് രാശിയിൽ ചതുഷ്പാത് ഗ്രഹങ്ങൾ ഇരുന്നാൽ രാശിക്ക് ബലക്കുറവുണ്ടാകും. ദിവാത് രാശി 2 ആറുള്ള നമ്മൾ മിഥുനം, കന്നി, തുലാം, ധനുവിന്റെ ആദ്യത്തെ പകുതി, പിന്നെ കുംഭരാശിയാണ് ദിവാത് രാശികൾ. ചതുഷ്പാത് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചൊവ്വയും. രാശിക്ക് ബലക്കുറവാകും. ചതുഷ്പാത് രാശികളിൽ നരഗ്രഹങ്ങൾ ഇരുന്നാൽ നരഗ്രഹങ്ങൾക്കും ബലക്കുറവാകും. നരഗ്രഹങ്ങൾ വെച്ചാൽ ബുധനും വ്യാഴവും. അവര് ചതുഷ്പാത് രാശി എന്ന് വെച്ചാൽ മേടം, ഇടവം, ചിങ്ങം, അതുപോലെ നാൽക്കാലി, നാൽക്കാലി ധനുരാശിയുടെ 2ാമത്തെ പകുതി. ഇങ്ങനെയാണ് നാൽക്കാലി രാശി. മകരരാശിയിലും അതിൽ കൂട്ടാവുന്നതാണ്. നരരാശി ചതുഷ്പാത് രാശികളിൽ നരഗ്രഹങ്ങൾ ഇരുന്നാൽ നരഗ്രഹങ്ങൾക്ക് ബലക്കുറവാണ്. നരഗ്രഹം വെച്ചാൽ വ്യാഴം. കീടരാശികളിൽ നരഗ്രഹങ്ങളോ ചതുഷ്പാത് രാശികളിൽ നിന്നാൽ ആ ഗ്രഹങ്ങൾക്ക് ബലക്കുറവാകും. കീടരാശി വെച്ചാൽ കർക്കിടകവും വൃശ്ചികവും. മീനത്തിന് അങ്ങനെ കൂട്ടാവുന്നതാണ്. കീടരാശികൾ നരഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ബുധനും വ്യാഴവും ഇരിക്കാം. ചതുഷ്പാത് ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ചൊവ്വ, അതുപോലെ തന്നെ സൂര്യൻ, ഈ ഗ്രഹങ്ങൾക്ക് ബലക്കുറവാണ്.
നൈസർഗിക ബലം. നൈസർഗിക ബലം നോക്കാം. ശനിയേക്കാൾ ചൊവ്വയ്ക്കും, ചൊവ്വയേക്കാൾ ബുധനും, ബുധനേക്കാൾ വ്യാഴത്തിനും, വ്യാഴത്തിനേക്കാൾ ശുക്രനും, ശുക്രനേക്കാൾ ചന്ദ്രനും, ചന്ദ്രനേക്കാൾ സൂര്യനും അധികം ബലമുണ്ട്. ഇത് ഗ്രഹങ്ങളുടെ നൈസർഗിക ബലമാണ്. അത് ഏറ്റവും ബലം കുറഞ്ഞ ഗ്രഹത്തിന് പൊതുവെ പറഞ്ഞാൽ ശനിയാണെന്നും അതിനേക്കാൾ ചൊവ്വയ്ക്ക് ബലമുണ്ടെന്നും ചൊവ്വയേക്കാൾ ബുധന് ബലമുണ്ടെന്നും ബുധനേക്കാൾ വ്യാഴത്തിനും, വ്യാഴത്തിനേക്കാൾ ശുക്രനും, ശുക്രനേക്കാൾ ചന്ദ്രനും, ചന്ദ്രനേക്കാൾ സൂര്യനും അധികം ബലമുണ്ട്. ഇത് നൈസർഗിക ബലം. മറ്റു ഗ്രഹങ്ങളുടെ ബലങ്ങളൊക്കെ നമ്മൾ പിന്നെ രൂപ എന്നുള്ള യൂണിറ്റിൽ കണക്കാക്കി ഇതൊക്കെ ഗണിതമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ ഏതിനാണ് ബലക്കൂടുതൽ ബലക്കുറവെന്ന തീരുമാനിക്കാനാണ് ഈ നൈസർഗിക ബലത്തെ പറ്റി ഇവിടെ പറയുന്നത്. ഇത്രയാണ് ഇപ്പൊ ഈ വോളിയത്തിലുള്ളത്. ഇനി നമ്മൾ ഉച്ചരാശി ബലം, നീചഗ്രഹ ഫലം, ശത്രുക്ഷേത്ര സ്ഥിതി ഫലം, മൗഢ്യഗ്രഹ ഫലം തുടങ്ങിയ വിഷയത്തെ പറ്റി അടുത്തൊരു വീഡിയോയിൽ പറയാം. നമസ്തേ.